ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയും അതുപോലെ അനന്യയും അനിരുദ്ധും ഒക്കെ കൂടെ ചേർന്ന് പ്രതീഷിൻ്റെ അരികിലെത്തി കുഞ്ഞിനെ കൊണ്ട് പ്രതീഷിനെ പപ്പ എന്ന് വിളിപ്പിച്ചു. അതുമാത്രമല്ല, അവർ തമ്മിലുള്ള ആ മാനസികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ കാര്യങ്ങളെല്ലാം സുമിത്ര തന്നെ പ്രതീഷിനെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത് നമ്മുടെ പ്രതീഷ് അനന്യയുടെയും അനിരുദ്ധിൻ്റെയും മനസ്സിൻ്റെ നന്മയും തിരിച്ചറിയുന്നു. അത് മകളായിട്ടും അമ്മയായിട്ടും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതീഷിന് ശരിക്കും അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. അപ്പോൾ ഇത്രയും നാൾ താൻ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു സത്യം നമ്മുടെ പ്രതീക്ഷ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന നമ്മുടെ പ്രതീക്ഷനാണെന്നുണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും ഇവരോട് ചെയ്തതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ മാത്രമായി ഉള്ളിൽ. അങ്ങനെ നമ്മുടെ അനന്യയോടും അനിരുദ്ധരോടും പറയുന്നത്, അത് ഞാൻ നിങ്ങളോട് ചെയ്തു പോയത് വലിയ തെറ്റായി പോയി. ആ തെറ്റ് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് സ്വരമോളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഒരിക്കലും ഞാൻ സ്വരമോളോട് ആ ഒരു അവകാശം പറഞ്ഞ് നിങ്ങൾക്കരികിലേക്ക് വരില്ല. എവിടെയായിരുന്നാലും എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായി സന്തോഷവതിയായി ഇരുന്നാൽ മാത്രം മതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനന്യയ്ക്കും അല്ലെങ്കിൽ അനിരുദ്ധിനും ഒരുപാട് സന്തോഷമായിട്ടോ. നമ്മുടെ സുമിത്രയ്ക്കും അതുപോലെ തന്നെ. അങ്ങനെ എൻ്റെ മോളെ കൊണ്ട് എന്നെ പപ്പ എന്ന് വിളിപ്പിച്ചില്ലേ, എനിക്കെന്നും ഇവളുടെ പപ്പയായി തന്നെ ജീവിച്ചാൽ മതിയെന്നും പ്രതീക്ഷ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രതീക്ഷ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ഇവർക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷ നമ്മുടെ അനന്യയുടെ കൈകളിലേക്ക് കൊടുത്തു. എന്നിട്ട് അനന്യയോട് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്തൊന്ന് വരുമ്പോൾ എന്നെ എതിർക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ എന്നോടത് ചെയ്യരുതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല. അനന്യേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ കുഞ്ഞിനോട് അടുപ്പം കാണിച്ചപ്പോഴൊക്കെ അനന്യേച്ചി എന്നോട് കാണിച്ച ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ അനന്യേച്ചിയോട് ദേഷ്യം കാണിച്ചത്. അത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് അനന്യയോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അനന്യ പറഞ്ഞു, ഞാനാണ് പ്രതീഷിനോട് ക്ഷമ ചോദിക്കേണ്ടത്. പ്രതീഷിൻ്റെ മകളെ പ്രതീഷിനെ എടുക്കാൻ അല്ലെങ്കിൽ ആളിക്കാനൊക്കെ അവകാശമുണ്ട്. അത് എതിർത്ത് ഞാനാണ് തെറ്റുകാരി. എൻ്റെ ഉള്ളിലെ ഭയമാണ്, എൻ്റെ ഉള്ളിലെ പേടിയാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. അപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് അനന്യയും തിരിച്ചു പറയുന്നു. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയുന്നത് പോലെ ആ ഒരു വലിയ കാര്യം ഇങ്ങനെ നിഷ്പ്രയാസം അതിങ്ങനെ ഓക്കെ ആക്കി എടുത്തു നമ്മുടെ സുമിത്രയും അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്ന്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ സുമിത്രയെ ചികിത്സിച്ച ആ ഡോക്ടർ ആണെങ്കിൽ അനിരുദ്ധിനെയും പ്രതീഷിനെയും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇന്നു മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ അനുസരിച്ച് ഇവർ രണ്ടുപേരും ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ ഡോക്ടർക്ക് അരികിലേക്ക് ചെല്ലാം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇവർ ചോദിച്ചു, എന്താ ഡോക്ടർ എന്തിനാ കാണണം എന്ന് പറഞ്ഞത്? അമ്മയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും കാര്യം പറയാനാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, അമ്മയുടെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ അനിരുദ്ധിന് നന്നായി മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു അനിരുദ്ധ്. എനിക്ക് മറ്റൊന്നുമല്ല പറയാനുള്ളത്, സുമിത്രയെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. അമ്മയെക്കുറിച്ചോ? അമ്മയെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, ഓക്കെ ആണ് എന്ന് പ്രതീക്ഷ പറഞ്ഞു. അതോ ഇനി ഞങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടോ എന്ന് പ്രതീക്ഷ ചോദിച്ചപ്പോൾ, അതെ, അമ്മയ്ക്ക് നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ പലയിടത്തും അമ്മയ്ക്ക് നിങ്ങൾക്ക് സഹായകരമായി നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ സുമിത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലൂടെയാണ് സുമിത്ര പോകുന്നതെന്ന്. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ, അമ്മയെ ഒരു വിവാഹം കഴിപ്പിക്കുന്നതിൽ മക്കളായ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവോ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുക. അപ്പോൾ ഡോക്ടർ അത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒന്നും ഞെട്ടി. ഡോക്ടർ എന്ന് വിളിച്ചപ്പം, അതെ, ഈ ഒരു സിറ്റുവേഷനിൽ സുമിത്രയുടെ ഈ ഒരു അസുഖത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ സുമിത്രയ്ക്ക് ഇതിനപ്പുറം ഒരു ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പല രീതിയിലും പല സാഹചര്യങ്ങളിലും മറ്റാർക്കും ആ സ്ത്രീയെ സഹായിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഭർത്താവിന് അവരെ സഹായിക്കാനായിട്ട് കഴിയും. ഭർത്താവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. മറ്റാർക്കും ആ ഒരു പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താനോ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സുമിത്രയ്ക്ക് ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെ കെയറും അല്ലെങ്കിൽ ഭർത്താവിൻ്റെതായ ഒരു ഇതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആ ഒരു താല്പര്യമെന്നിങ്ങനെ ചോദിക്കുന്ന ഡോക്ടർ. അപ്പോൾ സുമിത്രയെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആരോഗ്യവതിയായി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തിൽ
തീരുമാനം എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഒരുപാട് പേരോട് ആലോചിക്കാനുണ്ട്. അതുമാത്രമല്ല ഇതിനൊക്കെ അമ്മ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സുമിത്ര എന്തായാലും സമ്മതിക്കില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അമ്മയെ സന്തോഷത്തോടെ ആരോഗ്യത്തോടു കൂടി ജീവിത അവസാനം വരെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറായേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി ആലോചിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോരുക. അപ്പോൾ അവരിങ്ങ് പോന്നു. ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. അമ്മ അതിന് സമ്മതിക്കില്ല. കാരണം അമ്മയുടെ ജീവിതം രണ്ടും അങ്ങനെ ആയി പോയതാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പ്രതീക്ഷും അനിരുദ്ധും ഇങ്ങനെ മനസ്സിലാക്കി പറയുന്നു. എന്തായാലും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്നും സംസാരിച്ച് നോക്കാം എന്നും ഇവർക്ക് രണ്ടുപേർക്കും അഭിപ്രായമുണ്ട്. രണ്ടുപേരും അങ്ങനെ തീരുമാനിച്ച് നേരെ ശ്രീനിലയത്തിലേക്ക് പോവുക. അപ്പോൾ അമ്മയോട് ഈ കാര്യം സംസാരിക്കുന്നതിന് മുൻപ് പൂജയോട്, അനന്യയോട്, ശീതളിനോട്, സച്ചിനോട്, ഇവരോട് എല്ലാവരോടും ഈ ഒരു കാര്യം സംസാരിച്ച് അവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇവർ ആദ്യം തന്നെ വിളിക്കുന്നത് ശീതളിനെയാണ്. ശീതളിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ അവിടെയുണ്ട്. സച്ചിനുമായിട്ട് ശീതൾ ഇത് ആലോചിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സച്ചിൻ നല്ലവനാണല്ലോ. അപ്പോൾ സച്ചിൻ പറഞ്ഞു, അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്കൊരു കൂട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് മരുമകൻ്റെ അഭിപ്രായം. അപ്പം മരുമകൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതളിന് ശരിക്കും ആശ്ചര്യം ഉണ്ടായത്. സച്ചിൻ ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ശീതൾ. എന്തായാലും സച്ചിൻ അതിന് എസ് മൂളി. അപ്പം സച്ചിൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ശീതൾ ഇതിപ്പോൾ അമ്മ സമ്മതിക്കുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അമ്മ സമ്മതിക്കാനും മതി. അമ്മയുടെ ജീവനല്ലേ നമുക്ക് വലുത്. അമ്മയ്ക്ക് ആപത്തൊന്നും വരാതിരിക്കുന്നതാണല്ലോ നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുമിത്രയുടെ ആ ഒരു വലിയ അവസ്ഥ അറിഞ്ഞ് ഡോക്ടർ തന്നെ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ സുമിത്രയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ആ ഒരു സജഷൻ വയ്ക്കുന്നു. അങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് രഞ്ജിത മുഴുവൻ ഭ്രാന്തിയായിട്ട് എന്താ പറയുന്നത് എല്ലാം തച്ചുടച്ചൊക്കെ ഇങ്ങനെ ഒരു വക എന്തോ ഓരോ അവസ്ഥയിൽ ഇങ്ങനെ കാണിക്കുക. അപ്പം ഭാര്യയുടെ മനോനില തെറ്റിയിട്ട് ഭാര്യ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അരവിന്ദന് ടെൻഷൻ. അരവിന്ദൻ ചെന്നിങ്ങനെ ഭാര്യയോട്, രഞ്ജു താനെന്താ ഇങ്ങനെ, താനൊന്ന് കൂളാവുക അത് ഏത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സുമിത്രയുടെ കമ്പനി അത് പൂജയുടെ കമ്പനി അത് സുമിത്രയുടേതും കൂടി ആയി മാറി. മാത്രമല്ല നാളെ മുതൽ ആ ചെയർമാൻ കസേരയിൽ അവൾ കയറിയിരിക്കും. അതോടുകൂടി കമ്പനി അവളുടേതാകും. പിന്നെ അത് കണ്ടുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി എനിക്ക് ആത്മഹത്യ മാത്രമാണ് വഴി. എൻ്റെ മകൻ എന്നെ കൊന്നു. എൻ്റെ മകൻ എന്നെ ജീവനോടെ കൊന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ഓടിപ്പോയി ചാവാനായിട്ട് തുടങ്ങുന്നു. ആ സമയത്ത് രഞ്ജു ഒന്നും വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായതയോടുകൂടി നമ്മുടെ അരവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും രഞ്ജിത അവിടെ ജീവൻ ഒടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സുമിത്രയുടെ കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുന്നു. അതും ഡോക്ടർ പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടിപൊളി എപ്പിസോഡായിട്ട് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് കാണണ്ടേ? അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.